ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ബംഗളൂരുവിലേക്ക്. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളെയും വ്യവസായികളായ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കാൻ 40 ദിവസം വൈകിയതിൽ ദുരൂഹതയുണ്ട് എന്നും ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട്. MG പ്രദേശ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രദേശ്, ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് എന്തിന്? അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളൊരു അയ്യപ്പ ക്ഷേത്രത്തിൽ ഇത് പ്രദർശിപ്പിച്ചു. 40 ദിവസം ഇത് കയ്യിൽ വെച്ചു. ഇതിലൊക്കെ അടിമുടി ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. ഈ കൊണ്ടുപോയ സാധനം തന്നെയാണോ തിരികെ കൊണ്ടുവന്നത് എന്നത് സംബന്ധിച്ചും സംശയം നിലനിൽക്കുന്നു. വിജിലൻസിന്റെ അന്വേഷണം ഏതു തരത്തിൽ? തുടർ നീക്കങ്ങൾ എങ്ങനെ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെ? MG പ്രദേശ്. ആർജിത്ത്, സ്വർണ്ണപ്പാളി കേന്ദ്രീകരിച്ച് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണം നിർണായകമായ വഴിത്തിരിവിലാണ് എത്തി നിൽക്കുന്നത്. ഈ പ്രധാനമായും ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. 2019 ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ഈ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചുവെന്ന് ഈ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ഇത് എത്തിക്കുകയും അവിടെ ദിവസങ്ങളോളം പ്രദർശനം കാണിക്കുകയും ചെയ്തു. അതായത് അവിടെ ഭക്തജന സംഗമം, ഒപ്പം പ്രത്യേക പൂജകളൊക്കെ തന്നെ നടത്തി ഈ സ്വർണ്ണപാളികൾ അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഉൾപ്പെടെ തെളിവുകൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2019 കൊണ്ടുപോയ അതേ സ്വർണ്ണപ്പാളികളാണോ പിന്നീട് തിരികെ എത്തിച്ചത് എന്ന കാര്യത്തിലും സംശയമുണ്ട്. കാരണം ഈ ജൂലൈ മാസം 20-ാം തീയതിയാണ് 2019 ജൂലൈ മാസം 20-ാം തീയതിയാണ് ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അതിനുശേഷം 40 ദിവസം കഴിഞ്ഞാണ് വീണ്ടും ഇത് ശബരിമലയിൽ പുനഃസ്ഥാപിക്കുന്നത്. ഇത്രത്തോളം കാലം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാടികൾ കയ്യിൽ വച്ചത് വലിയ ദുരൂഹതയുണ്ട് എന്നതാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണപ്പാളി മാറ്റിയിട്ടുണ്ടോ? ഈ കൊണ്ടുപോയ സ്വർണ്ണപ്പാളിക്ക് പകരം മറ്റൊരു സ്വർണ്ണപ്പാളിയാണോ തിരികെ എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിജിലൻസ് പരിശോധന നടത്തുന്നുണ്ട്. ഈ 40 ദിവസത്തെ കാലാവധി സ്വർണ്ണപ്പാളി മാറ്റിയതിനാണോ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പ്രധാനമായും പരിശോധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾ, വ്യവസായികളായ 2 സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച അന്വേഷണം നടക്കുന്നുണ്ട്. ഈ 2 ദിവസത്തിനകം ഈ വിജിലൻസ് സംഘം ബംഗളൂരുവിലേക്ക് തിരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ബംഗളൂരുവിൽ ഈ ക്ഷേത്രത്തിൽ നേരിട്ടെത്തി പരിശോധന നടത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളെയും വിശദമായി ചോദ്യം ചെയ്യാനും വിജിലൻസ് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വ്യക്തതയും സ്ഥിരീകരണവും വരുത്തുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യം വിജിലൻസ് സംഘം പരിശോധിക്കുന്നത്. ഒപ്പം ഈ സ്വർണ്ണപ്പാളി സംബന്ധിച്ച്, സ്വർണ്ണപ്പാളി സ്വർണ്ണമാണോ ചെമ്പാണോ എന്ന് സംബന്ധിച്ചും ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. 1998-99 കാലത്ത് ഈ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ ശ്രീകോവിലിൽ സ്വർണം പൂശിയതായാണ് രേഖകളും ആ കാലത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പറയുന്നത്. പക്ഷേ 2019 ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൽ ചെമ്പ് പാളികൾ സ്വർണ്ണം പൂശാൻ നൽകി എന്നതാണ് ആ ഉത്തരവിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിലടക്കം വലിയ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. 2019 ഈ മരാമത്തിന്റെ നേതൃത്വത്തിലാണ് ഈ അറ്റകുറ്റപ്പണിയൊക്കെ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഈ മരാമത്ത് വകുപ്പിൽ നിന്നും ദേവസ്വം ബോർഡിൽ നിന്നും ഒക്കെ തന്നെ വിജിലൻസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് തിരിക്കും. അവിടെ ആയിരിക്കും ഇനി തുടരന്വേഷണം നടക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് ഇപ്പോൾ കൂടുതലായും വിജിലൻസ് സംഘം അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. പ്രതീക്ഷ, മന്ത്രിയാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അതിൻ്റെ അന്വേഷണവും സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നതെങ്കിലും മറ്റു കാര്യങ്ങളിലേക്ക് കൂടി ഇതിൻ്റെ അന്വേഷണം നീളുന്നുണ്ട്. ഇത് ഈ സ്വർണ്ണ കവചം ചെമ്പുപാളിയായി ഉത്തരവിറക്കിയത് എങ്ങനെ? മറ്റ് 2 വ്യവസായികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഇതിലൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ദേവസ്വം വിജിലൻസ് എങ്ങനെയാണ്? ആ അന്വേഷണത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? MG പ്രദേശ്. അർജിത്ത്, പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക പശ്ചാത്തലമാണ് ഈ വിജിലൻസ് സംഘം പരിശോധിക്കുന്നത്. ഈ ശബരിമലയെ ഒരു സാമ്പത്തിക നേട്ടത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചോ എന്നതാണ് വിജിലൻസ് പരിശോധിക്കുക. അക്കാര്യത്തിൽ ഉൾപ്പെടെ പ്രാഥമികമായ ചില തെളിവുകളും ഈ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. കാരണം ഒരു ശബരിമലയിലെ കീഴ്ശാന്തിയുടെ സഹായിയായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു ദേവസ്വം ബോർഡിന്റെ ഉത്തരവും നടപടിക്രമങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കെ എങ്ങനെയാണ് ചെന്നൈയിൽ
അറ്റകുറ്റപ്പണിക്ക് പോകേണ്ട ഈ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിൽ എത്തിച്ചത്? ഇതിന് ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടോ, സഹായമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഏതെങ്കിലും ഈ സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ പ്രദർശിപ്പിച്ചത് വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ, ആരിൽ നിന്നെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന വിവരമാണ് പ്രധാനമായും വിജിലൻസ് പരിശോധിക്കുക. ഇക്കാര്യങ്ങളിലടക്കം ഈ ഒരു കൂടുതൽ സ്ഥിരീകരണവും വ്യക്തതയും വരുത്തുന്നതിന് വേണ്ടിയാണ് ബംഗളൂരുവിൽ എത്തുന്നത്. ഈ ക്ഷേത്രം ഭാരവാഹികളിൽ നിന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും മൊഴിയെടുക്കാനാണ് പ്രധാനമായും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രജിത്ത്, ശരി, ഈ കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തന്നെയാണോ തിരികെ എത്തിച്ചത് എന്നത് സംബന്ധിച്ചുള്ള സംശയം കൂടി ബലപ്പെടുന്ന ഘട്ടമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സുഹൃത്തുക്കളെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് ദേവസ്വം വിജിലൻസ് കടക്കുകയാണ്. നിർണായക വിവരങ്ങളാണ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും പുറത്തുവരുന്ന. MG പ്രതീക്ഷ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.